എൻ്റെ എക്സൈറ്റ്മെന്റ് മൊത്തം ഓരോ ദിവസം രാത്രി ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ADs ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അടുത്ത ദിവസം ഈ സീന് നമുക്ക് ചെയ്യാൻ പോവുക. അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ എല്ലാവരും കിടന്നുറങ്ങുന്നത്. അത് ഒരു 1-2 ടേക്കേ ഉള്ളൂ. ഈ മമ്മൂട്ടിയുടെ ഒരു ഇരുത്തം അതൊക്കെ മമ്മൂക്ക നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക അതിനകത്തേക്ക് എത്രമാത്രം ഇൻവോൾവ് ആയിട്ടാണ് അത് വേറെ സ്റ്റൈലിലേക്ക് മാറ്റിയായിരുന്നു. മമ്മൂക്കയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? ആ സീൻ മാത്രമല്ല എല്ലാ സീനും നല്ല രീതിക്ക് എനിക്ക് ബ്രില്യന്റ് കേൾക്കണം. എനിക്കൊന്നും സിനിമ കണ്ടിറങ്ങുമ്പോൾ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന്റെ ആ ചേർത്ത് പിടിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ കണ്ട് വളർന്ന അർജുൻ ഭയങ്കര സന്തോഷവാനായിരുന്നു അച്ഛൻ എന്നാണ് എനിക്ക് ആ അച്ഛന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. മമ്മൂക്കയുടെ പല്ലുകൾ അല്ലെ മമ്മൂക്ക മുറുക്കി ചുമക്കുന്ന ആ ചുമപ്പുകൾ മമ്മൂക്ക എന്താണ് പറയുന്നത്? ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ മമ്മൂക്ക അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അപ്പൊ അത്തരം കുറെ സംഭവം ചിരിയുടെ കാര്യത്തിലൊക്കെ മമ്മൂക്ക അല്ലെ. നമസ്കാരം. മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഏറ്റെടുത്തൊരു സിനിമ, ഒന്നും പറയാനില്ല. സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്നൊരാഗ്രഹം. എന്നെ സംബന്ധിച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ഒരു ഫീലേ ഉണ്ടായില്ല, ഒരു സിനിമ കണ്ട ഫീൽ. ആ സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ചാൽ എന്നോടൊപ്പമുള്ള 4 പേർക്കും സ്വാഗതം. ഞാനുള്ളത് പറയാം, എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ഒരു ഫീൽ കിട്ടിയില്ല, ഒരു സിനിമ കണ്ടിറങ്ങി. എനിക്കങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാൻ സിനിമയിലേക്കാണ് പോയത്, ആ കഥാപാത്രത്തിലൂടെയാണ് യാത്ര ചെയ്തത്. എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. സമ്മതിച്ചോട്ടോ. ഇത്ര നാള് നിങ്ങൾ വൈകിയ വന്നെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല ആ സിനിമയെ കുറിച്ച്. എനിക്കൊന്നും ചോദിക്കാനും ഇല്ല. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ പോയപ്പോ പക്ഷെ പടം ഇറങ്ങിയിട്ട് ഞങ്ങളൊരു പക്ഷെ ഇനിയും പടം കാണാറുണ്ട്. അതൊന്നും നമ്മൾ ഇപ്പോഴും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയാനൊരു ഇപ്പോഴും പറയാൻ പാടില്ല എന്നുള്ളതാണ് സിനിമ. ഇനിയും എത്രയോ പേര് കാണും, കണ്ടവർ ഇനിയും കാണാനുണ്ട്, ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ 2 പ്രാവശ്യം കണ്ടു ഈ സിനിമ. 2 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടിരിക്കുന്നതാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പോകാമല്ലോ അല്ലെ? വാർത്താ സമ്മേളനത്തൊക്കെ പറഞ്ഞു, ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞ ഒരു റിയാക്ഷൻ ഒക്കെ പറഞ്ഞു. മമ്മൂക്ക ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിച്ച് ഇത്ര ഗംഭീരമാക്കി ആ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഒരു ഡയറക്ടറിന് സാധിച്ചത്? അത് മമ്മൂക്ക തരുന്ന ഒരു മാജിക്കാണ്. നമ്മളൊരു ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ മമ്മൂക്കയുടെ ഒരു വേർഷൻ ആണല്ലോ. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മളെല്ലാവരും സ്ക്രീനിൽ കാണുന്നത്. സോ ഈ കഥ പിച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു സ്കെച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് മമ്മൂക്കയുടെ അടുത്ത് കാണിച്ചു കൊടുത്തു. പറഞ്ഞു ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ. അപ്പൊ അതിന്റെ ട്രയലൊക്കെ ചെയ്ത് മേക്കപ്പും എല്ലാം ചെയ്ത് ആ ബോഡി ലാംഗ്വേജും എല്ലാം മമ്മൂക്കയുടെ വലിയൊരു ഇൻപുട്ട് ഉണ്ട് അതിൽ. സോ അത് ഐ എം വെരി ബ്ലെസ്ഡ്. അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടർ, കൊടുവൻ പോറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വളരെ രസകരമായ ഒരു ക്യാരക്ടറായി മാറിയത് എനിക്ക് വളരെ സന്തോഷം. പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കുന്നുണ്ട്, പേടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പേടിക്കുന്നുമില്ല. അതാണ് ആ കഥാപാത്രം. അതെ അതെ, അത് ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. അതിന്റെ ഒരു ഗ്രാഫും അതിന്റെ ഒരു ക്യാരക്ടർ ആർക്കും ഒക്കെ ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രസ് മീറ്റിന് മുമ്പ് പറഞ്ഞ മാതിരി ഇത് പേടിക്കാനുള്ള ഒരു ഇന്റൻഷൻ അല്ല. അതൊരു ഹൊറർ, അതിന്റെ ഒരു സെറ്റിങ്ങിലും ക്യാരക്ടറിലൊക്കെയാണ് അതിന്റെ ഒരു ഹൊറർ എലമെന്റ്സ് കിടക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ പേടിപ്പിച്ച് ആ രീതിക്ക് കൊണ്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടില്ല. അതിന്റെ ഒരു ഫിലിമിന്റെ ആ ഒരു ലാംഗ്വേജ് അങ്ങനെയാണ്. അത് ഈ മമ്മൂക്ക ചിരിപ്പിക്കാറുണ്ട്, കരയിപ്പിക്കാറുണ്ട്. ഇതൊരു വല്ലാത്തൊരു ചിരിയായി പോയി അല്ലേ? എങ്ങനെ? തീർച്ചയായിട്ടും അത്തരം ഒരു ചിരി നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും 5 പേരാണ് ഈ സിനിമയിലുള്ള അല്ലെ. 5 കഥാപാത്രത്തിലൂടെ യാത്ര ചെയ്യുന്നു. പക്ഷെ ഇവർ 2 പേരും മമ്മൂക്കായുമാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ. മറ്റു 2 കഥാപാത്രങ്ങളും വേണ്ട സ്ഥലങ്ങൾ വേണ്ട രീതിക്കാണ് ചേർത്തിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഡയലോഗല്ല, അത്രയും നീട്ടി എഴുതുന്ന ഡയലോഗാണ്, പെരുത്തി എഴുതുന്ന ഡയലോഗ്. അത് ഇതിലേക്ക് വന്നപ്പോൾ എത്രമാത്രം അത് ഫലിപ്പിച്ചെടുക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത്? ബേസിക്കലി നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ മേലെ നമുക്ക് ഈ ഡയലോഗ്സും കൂടെ വരുമ്പോൾ TD സാറിന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. അപ്പൊ അതിലേക്കും കൂടെ വരുമ്പോഴാണ് അതിന് കംപ്ലീറ്റ് ലൈഫ് വരുന്നത്, ആ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് വരുന്നത്. സോ അത് താങ്ക്സ് ടു സാറാണത് പറയേണ്ടത്. തീർച്ചയായിട്ടും
ഇത്തരം ഡയലോഗുകളെ നിങ്ങളുടെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ വല്ലാത്ത ഡയലോഗുകൾ, നീട്ടിയുള്ള ഡയലോഗുകളൊക്കെയാണ്. അതിലൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, നമ്മൾ ആ ക്യാരക്ടർ ആ സമയത്ത് എന്താണ് പറയാൻ സാധ്യതയുള്ളത് എന്നാണ് ആലോചിക്കുന്നത്. അത് ഏറ്റവും കൃത്യമായിട്ട് പറയാൻ ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. എത്രത്തോളം വിജയിച്ചു എന്ന് കേൾക്കുന്ന- വിജയിച്ചു എന്നുള്ള ഒരു അതിന്റെ ഒരു ചോദ്യം ഇല്ല ഇനി. അപ്പൊ കഴിയുന്നത്ര പരത്തി പറയാതിരിക്കുക, വളരെ കുറച്ച് വാക്കുകളിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ കൺവേ ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ ഡയലോഗും 5-6 തവണ വീണ്ടും വീണ്ടും മാറി റിവൈസ് ചെയ്തിട്ടാണ് ഫൈനൽ ഇതിലേക്ക്. മാസങ്ങളോളം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഡയലോഗ് എത്രയും കൃത്യമാവുക, ഒരേ സമയം തന്നെ പല രീതിയിൽ ഓഡിയൻസിന് ചിന്തിക്കാനുള്ള പോസിബിലിറ്റി തുറന്നു കൊടുക്കുക. തീർച്ചയായും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ, എന്താമത്തെ ഇത് ഒരു പീരിയഡ് ഫിലിമാണ്. ഒരു സാധാരണ റിയലിസ്റ്റിക് അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കാര്യമല്ല. കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ടും മനുഷ്യർ പോലും അല്ല. അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കും. അപ്പം അത് അങ്ങനത്തെ ഒരു ഡയലോഗ് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2024 കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാൾ പറയുന്ന ഒരു ഡയലോഗ് എഴുതുന്ന പോലെയല്ലല്ലോ. അല്ല. അപ്പം അതിന്, എന്നാൽ ഈ പറയുന്ന 16-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾ ആ കാലത്ത് സംസാരിച്ചിരുന്ന ഭാഷ അതുപോലെ ചെയ്യാനും പറ്റില്ല. ചെയ്താലും നമ്മുടെ പടം കാണുന്ന ഇപ്പോഴത്തെ ആളുകളാണ്, അവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. ഒരുപാട് റോ ആയി പോകും. ഡിസ്കസ് ചെയ്ത കാര്യം ഭയങ്കര. അപ്പൊ അങ്ങനത്തെ പിന്നെ അപ്പൊ അത് റോ ആവാനും പാടില്ല. എന്നാൽ അതിന്റെ ആ ഒരു കളർ അതിൽ ഉണ്ടാവും വേണം. പിന്നെ ഈ പോറ്റിയുടെയൊക്കെ ഡയലോഗ് വരുമ്പോൾ ആ ഒരു ഡയമെൻഷനിലാണ് നമ്മൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പം മമ്മൂക്കയുടെ ഡയലോഗൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മമ്മൂക്ക മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഫോം ചെയ്യുന്നത്. നമ്മൾ ഈ സിനിമ സിദ്ധാർത്ഥ പറയുന്നത്, നമ്മൾ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടെല്ലാം കാണും. എൻ്റെ ഉള്ളിൽ മൊത്തം കളറായിരുന്നു ആ സിനിമയിലായി. നമ്മുടെ സ്ക്രീനിലല്ല, നമ്മുടെ ഉള്ളിൽ കളറായിട്ട് തന്നെ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലേ. അമ്മയാണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ അത്ര സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് മറ്റേ കളർ പടത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായി പോയത്. അഭിനയം സെയിം തന്നെ, വന്ന് നിന്ന് ഡയലോഗ് പറഞ്ഞിട്ട് പോകണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും ഇല്ല. അത് എടുത്തതിൽ കാണുന്നതിലേ ഉള്ളൂ ആ വ്യത്യാസം. അതിന്റെ ലെറ്ററിങ്ങിലാണെങ്കിൽ പോലും അല്ലെ, കളറാകുമ്പോ ഒന്ന് മുഴച്ചു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം. ഇതാകുമ്പം അല്ലെ ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ, യുണീക് ടു ഈച്ച്. ഓരോരുത്തർക്ക് ഓരോ പോലെ ആയിരിക്കും കിട്ടുന്നത്. സിദ്ധാർത്ഥന്റെ ഇരിപ്പാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. കിച്ചണിലൊക്കെ ഉള്ള ഒരു ഇരിപ്പ്, അതൊരു വല്ലാത്തൊരു ഇരിപ്പാണ്. നമ്മള് കേട്ട് പഴകിയ ഇരിപ്പുകൾ, കണ്ട് പഴകിയ ഇരിപ്പുകൾ, കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇരിപ്പുകൾ. ഒരു അടിയാറ് വന്നിരിക്കുന്ന ഇരിപ്പ്, ആ ഒരു ഇരിപ്പൊക്കെ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യാൻ? അത് നമ്മളൊന്ന് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? അത് സാറ് പറയും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ പുള്ളി നോക്കിയിട്ട് അല്ല അങ്ങനെ ആയിരിക്കില്ല, അപ്പൊ വേറെ ഇങ്ങനെ ആയിരിക്കും, വേണമെങ്കിൽ ആവാം, വേറൊരു ഇരിപ്പ്. സോ അങ്ങനെ നമ്മളത് ഈ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി ചൂസ് ചെയ്യാനാണ്. അത് പുള്ളി ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആണ് ആ കാര്യത്തില്. ഡയറക്ടറും കൂടെ ആണ്. അല്ല, രണ്ടുപേരും കൂടെ ചേരുമ്പോ അതിനകത്ത് ഒരു ഏതാണ് ഒരു ഫലത്തിൽ ഒരു സംഭവത്തിലേക്ക് എത്താം. രണ്ടുപേരും കൂടെ ചേരുമ്പോ അതൊരു ഗുണമാവുമല്ലോ. അതൊരു സാധനം വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ അവിടെ ഞാൻ തീർച്ചയായിട്ടും ഒരു ആക്ടറും ഒരു എന്റെ ചില എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളത്, പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. then he will do it. അതെന്തായാലും ക്യാപ്റ്റൻ ഇദ്ദേഹമാണല്ലോ, ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഇദ്ദേഹമാണല്ലോ അല്ലെ. അവര് പറയുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ള ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഹെൽപ്പ് ആവുന്നു, അത് എളുപ്പമാവുന്നു. കുറച്ചുകൂടെ ടെക്നിക്കലി ബേസ്ഡ് ആയിട്ടും നമുക്ക് സംസാരിക്കാം. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അങ്ങനെയും സംസാരിക്കാം. അതെ, ഉറപ്പായിട്ടും. അർജുൻ, നിങ്ങൾ രണ്ടുപേരും മമ്മൂക്കായും തന്നെയാണ്. പക്ഷെ അർജുന്റെ നല്ല വേറെ രീതിക്ക് നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു അർജുനെയാണ് ഈ സിനിമയിൽ കാണുന്നത് അല്ലെ. എനിക്കൊന്നും സിനിമ കണ്ടിറങ്ങുമ്പോൾ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന്റെ ആ ചേർത്ത് പിടിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ കണ്ട് വളർന്ന അർജുൻ ഈ ഒരു സിനിമ മമ്മൂക്കയുടെ കൂടെ ഇത്തരം ഒരു സിനിമയിൽ അഭിനയിച്ചും
ഭയങ്കര സന്തോഷവാനായിരുന്നു അച്ഛൻ എന്നാണ് എനിക്ക് ആ അച്ഛന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. സിനിമ കണ്ട് പിന്നീട് അച്ഛൻ എന്ത് സംസാരിച്ചു? പിന്നീട് നിങ്ങൾ സംസാരിച്ചു? അത് ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ. ഇല്ല, യാത്രയായിരുന്നല്ലോ, യാത്രയിലായിരുന്നു. ദുബായിൽ നിന്നും എത്തിയോളെന്ന് എനിക്ക് തോന്നുന്നു, ഖത്തർ ദുബായി പോയിട്ട് അല്ലേ? അത് കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വീട്ടിൽ പോയിട്ട് ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും പ്രതീക്ഷയില് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ അധികം ഈ പടത്തിനെ പറ്റി ഒന്നും അധികം പറഞ്ഞിട്ടില്ല, പറയണ്ടെന്ന് എല്ലാവരും വീട്ടിൽ പോലും പറഞ്ഞില്ല. കാരണം അച്ഛൻ ഈ എക്സൈറ്റ്മെന്റ് കാരണം ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറയില്ല, പക്ഷെ അറിയാണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എനിക്ക് ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. ഇത്തരമൊരു ക്യാരക്ടർ വലിയൊരു ക്യാരക്ടറാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ? വലിയൊരു ഭാരമാണ് ഡയറക്ടർ തന്നിരിക്കുന്നത്. മമ്മൂക്കയുടെ ഒപ്പമാണ് ചെയ്യേണ്ടത്. അതൊരു ഭയപ്പെടുത്തിയിരുന്നു? തീർച്ചയായിട്ടും നല്ല ടെൻഷൻ ഉണ്ടായി. ആദ്യത്തെ 3-4 ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി തങ്ങോടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കും. ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യുന്നത് പറ്റോടാ നമ്മളെ കൊണ്ട്. പക്ഷെ 5-ാമത്തെ ദിവസമൊക്കെ ഇപ്പൊ സിദ്ധാർത്ഥയുടെ മാറ്റം പറഞ്ഞു, ഇപ്പൊ വലിയ ടെൻഷൻ ഇല്ല, ഭയങ്കര സുഖം. എന്ത് പറ്റി? നമുക്ക് ഇത് ചിലപ്പോ യൂസ്ഡ് ആയിട്ടുണ്ടാവും, അപ്പൊ അങ്ങനെ ഇരിക്കും. പിന്നെ പറഞ്ഞാല് രാഹുലേട്ടന്റെയും പിന്നെ എല്ലാവരുടെയും പറഞ്ഞു തരുമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 3-4 ദിവസം ഓട്ടോമാറ്റിക് അറിയാൻ പറ്റുമായിരിക്കും എന്താണ് എങ്ങനെ. അപ്പൊ അങ്ങനെ പതുക്കെ ട്രാക്കിലേക്കായി. മമ്മൂക്കായുമായിട്ടുള്ള ഡയലോഗുകൾ അല്ലെ, മമ്മൂക്കായുമായിട്ടുള്ള ചില ആക്ഷനുകൾ അല്ലെ എന്ന് ഞാൻ പറഞ്ഞു. സിനിമ കാണുമ്പോൾ അത് മറ്റുള്ള എന്താണെന്നുള്ളത്, അത്തരം സംഭവങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂക്കാരുടെ അടുത്താണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾ രണ്ട് കൈകാര്യം ചെയ്തത്? അത് മമ്മൂക്ക തന്നെ 2 ദിവസം പതുക്കെ മാറ്റിയെടുത്ത്. നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാനായിട്ട്. വർക്ക് സ്പേസിലേക്ക് എത്തി ആക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ടെൻഷൻ. ഇപ്പൊ ഈ അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ കോ സ്റ്റാറും കൂടെ നമുക്ക് തന്നൊരു വാല്യൂ ആണ്. അങ്ങനെ നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് പുള്ളിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലേ അത് ഇപ്പൊ ഈ പറയുന്ന പോലെ നന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും അതെ. അത് അങ്ങനെ ഒരു ഹെൽപ്പ് മമ്മൂക്കയുടെ ഭാഗത്ത്, മമ്മൂക്ക എല്ലാ പടത്തിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മമ്മൂക്ക അല്ല സെറ്റിൽ വരുമ്പോൾ, സെറ്റിൽ കാണുന്ന മമ്മൂക്ക അല്ല വീട്ടിൽ പോകുമ്പോൾ. മമ്മൂക്കയൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ മമ്മൂക്ക. അതൊത്തിരി ഫലം കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം അത് അങ്ങനെ നമ്മളെ കംഫർട്ട് ആക്കിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല ഒരിക്കലും. കാരണം ഭയങ്കര ചേട്ടൻ കണ്ടതല്ലേ പടം. അപ്പൊ അങ്ങനത്തെ പിന്നെ ഒരു മെജോറിറ്റി ടൈം എനിക്ക് ചെറിയ പേടികളുണ്ട്. പിന്നെ കുഴപ്പമുണ്ടായില്ല, ആ രീതിക്ക് അങ്ങനെ പോയി. ക്യാരക്ടറിന് ഒരു പേടിയുണ്ട്, അത് എളുപ്പം കൂടെയെന്ന് എനിക്ക് തോന്നുന്നു. സുഖേട്ടങ്ങടങ്ങ പോയി അങ്ങനെ യാത്ര ചെയ്തു അല്ലെ? കട്ട് പറയുമ്പോ എങ്ങോട്ടേക്ക് കട്ട് പറയുമ്പോ ഈ അതിനകത്ത് എനിക്ക് ഏറ്റവും മനസ്സിൽ ഒരു വിഷമവും, ഞാൻ കണ്ട അച്ചു എന്ന് വിളിക്കണം കേട്ടോ, നമ്മൾ ചെറുപ്പം ഞാൻ കണ്ട അച്ചു ആ ഒരു സീനിൽ, ആ സീനിൽ ഞാൻ പറയുന്നില്ല, വീട്ടിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന ആ സീനിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമവും ഒന്ന് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ട അച്ചു അല്ലാതെ അത് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? വൃത്തിക്ക് ചെയ്യാന്നുള്ള തന്നെ ഉണ്ടായുള്ളൂ ഏറ്റവും സെറ്റ്. ഇപ്പൊ ആ സീൻ മാത്രമല്ല, എല്ലാ സീനും നല്ല രീതിക്ക് എനിക്ക് ബ്രില്യന്റ് കേൾക്കണം. അതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. കേൾക്കുന്നുണ്ടോ? അപ്പൊ അതന്നെയായിരുന്നു മാക്സിമം നല്ല ഔട്ട് കൊടുക്കുക, ഹാപ്പി ആക്കുക, എന്നാലും നമ്മളെ ഹാപ്പി ആവുള്ളൂ. ഇപ്പൊ ഡയറക്ടറിന് അല്ലെങ്കിൽ ആർക്കായാലും നമ്മൾ കൊടുക്കേണ്ട രീതിക്ക് അത് പ്രോപ്പർ കൊടുത്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഹൈ ആണ് ഷൂട്ടിംഗ് സമയത്ത്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്, നല്ല മൂഡ് കിട്ടി ചേട്ടാ ചെയ്ത് ഞാൻ സുധാരണ കൂടുതലും കേരളത്തിൽ ഉണ്ടാവാം. അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഡിസ്കസ് ചെയ്യുന്നത് സിദ്ധുവേട്ടനായിട്ടായിരിക്കും. അപ്പൊ ഇന്ന് നല്ല മൂഡായിരുന്നു ചെയ്തത്, മറ്റേ സീൻ ഒത്തില്ല. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു പരിപാടി ചെയ്യുമ്പോൾ. അതായത് ഈ നമ്മൾ മനസ്സിൽ കണ്ട ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ആർട്ടിസ്റ്റ് അവരുടെ ഒരു നമ്മൾ കണ്ടതിന്റെ ഒരു 50% കിട്ടിയാൽ തന്നെ നമുക്ക് ഹാപ്പിയാണോ, സംഭവം പൊളിക്കാം, വേറെ എടുക്കാം. അപ്പൊ അതന്നെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ മനസ്സിൽ കഥ ഒരു ക്യാരക്ടറെ മൈൻഡിൽ കണ്ടിട്ട് എഴുതുന്നത്, ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു മാനറിസും ഒക്കെ തുടക്കം തൊട്ട് എനിക്ക് ഇവരുടെ എല്ലാവർക്കും കിട്ടി. അതുകൊണ്ട് ആ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്, നോക്ക് എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഒന്നും പറയുന്നുമില്ല, പറഞ്ഞാൽ ഇനി അടുത്ത ദിവസം വരും വേറെ എന്തൊക്കെ ആയാലോ. അത്
അത് ബുദ്ധിപരമായിട്ട് നീക്കുവാണല്ലോ. പിന്നെ നല്ലതാണ്. സിദ്ധാർത്ഥ അങ്ങനെ തന്നെയാണ്. അതെനിക്ക് അപ്ലൈ കത്തിയല്ലോ. പെട്ടെന്ന് കത്തിയല്ലോ. ഈ കഥാപാത്രങ്ങൾ ഇപ്പം സിദ്ധാർത്ഥനും അർജുനും മറ്റു രണ്ട് കഥാപാത്രം. സിദ്ധാർത്ഥ് തുടക്കം മുതലുള്ള ഒരാളാണ് അല്ലേ? നമുക്കായി സിദ്ധാർത്ഥം തുടങ്ങും. അർജുൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ്. ഈ സിദ്ധാർത്ഥ് തന്നെ അവിടെ എന്നുള്ള ഒരു സാധനം തീരുമാനിക്കാൻ ഡയറക്ടറിന് ഉണ്ടായിരുന്ന ഒരു ധൈര്യവും ആ ഒരു വിശ്വാസം എങ്ങനെയാണ്? സിദ്ധാർത്ഥാണ് ആ കഥാപാത്രം ചെയ്യേണ്ടത്. അത് നമ്മൾ ആ പ്രീ പ്രൊഡക്ഷന്റെ സ്റ്റേജിൽ ഫസ്റ്റ് മമ്മൂക്കയാണ് ഇതിൽ കാസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. അതിനുശേഷം എനിക്ക് ഇതുമാതിരി നമ്മള് ആ ഒരു ഈ ക്യാരക്ടറിന് ഒരു റോനെസ് ഉണ്ട്, ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജും, ഭയങ്കര നാസ്റ്റി ഫിൽത്തി അറ്റ്മോസ്ഫിയറിലാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ആലോചിച്ചിട്ട് എൻ്റെ ഒരു ഏഡിയാണ് ഇങ്ങനെ കുറെ സജഷൻ തന്നപ്പോൾ അതിലാണ് പെട്ടെന്ന് എനിക്ക് സിദ്ധുവിനെ ഫോട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയത്. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സിദ്ധുവിനെ വിളിക്കും, നമുക്ക് ചെയ്യാം. ഏടി ദിന്നാഥ് പുത്തഞ്ചേരി, അതാണ് അവൻ കുറെ പറഞ്ഞിട്ട് പൊക്കി പറയാനെ കുറിച്ച് എല്ലായിടത്തും പറയണ്ടല്ലോ, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ ഇപ്പൊ പറഞ്ഞ ഈ ക്യാരക്ടർ പറ്റിയാണ്. സിദ്ധാർത്ഥ വെറുതെ ഇരിക്കുമ്പോൾ ആ ഒരു സ്റ്റൈലാണ്, കൂടുതൽ ഓവറായിട്ട് സംസാരിക്കില്ല. എനിക്ക് കാഴ്ചപ്പാടിൽ കണ്ടേക്കണം. നമ്മൾ ചോദിക്കുന്ന മറുപടി എപ്പോഴും ബോഡി ലാംഗ്വേജ് സിദ്ധാർത്ഥ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിന് നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടെത്തിയ ക്യാരക്ടർ യാതൊരു മാറ്റമില്ല കേട്ടോ. ഇനി വേറെ ആളുണ്ടെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അടിപൊളിയാണ്. അർജുനിലേക്ക് എത്തുന്നത് ഇതേപോലെ തന്നെ അർജുന്റെ കണ്ണ് കണ്ടില്ല, ഭയങ്കര പവർഫുൾ ആണ്. സീരിയസ്ലി വെരി പവർഫുൾ ആയി. അപ്പൊ ഞാൻ ഫസ്റ്റ് അർജുനെ ആദ്യം നേരിട്ട് കാണുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഐസ് ഭയങ്കര പവർഫുൾ ആണ്. അങ്ങനെ പിന്നെ കഥ പറഞ്ഞു അർജുന ഭയങ്കര ഇഷ്ടമാവും. അല്ല, ആസിഫ് ആയിരുന്നു വന്നിരുന്നല്ലോ. ഫസ്റ്റ് മമ്മൂക്കയാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ എനിക്കിങ്ങനെ ഓപ്ഷൻസ്, ഇതെല്ലാം പ്രൊജക്ട്സ് എല്ലാം ഓണായി വരുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് ഡേറ്റും ടെക്നീഷ്യൻസ് ഡേറ്റും എല്ലാം ആ ഒരു സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ വിചാരിച്ച മാതിരി ആർട്ടിസ്റ്റിന് കിട്ടില്ല, ചിലപ്പോൾ വിചാരിച്ച മാതിരി കിട്ടും. അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രീ പ്രൊഡക്ഷന്റെ ഒരു മേജർ ഫേസ്. അപ്പൊ അങ്ങനെ കറക്റ്റാണ്. ആസിഫിനെ മീറ്റ് ചെയ്യും, സംസാരിക്കുകയും ചെയ്തു. ബട്ട് അർജുൻ ഇസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി അർജുൻ ചെയ്തത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ അർജുനിൽ വിധിച്ചത് തന്നെയാണത് അല്ലെ? എല്ലാരും അവരവർക്ക് അതെ, തീർച്ചയായിട്ടും അർജുനിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്തുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ഒരു സെറ്റിലുള്ളപ്പോഴാണെന്ന് തോന്നുന്നു. ആസിഫും അർജുനും ഒരുമിച്ചുള്ളപ്പോഴാണ്. ഞാൻ ഫസ്റ്റ് വിളി വന്നപ്പോ ആസിഫ് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ആസിഫ് ചെയ്യാറുന്ന ക്യാരക്ടറാണ്. ഞാൻ ആസിഫ് എടുത്ത് ആസിഫ ഞാൻ പുതുതാരത്തിന്റെ ക്യാരക്ടർ അടിച്ചിട്ടുണ്ട്, മീറ്റ് ചെയ്യണം. ഞാൻ കേട്ട കഥയാ, നീ കേട്ടോ പൊളിപ്പരിപാടിയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയാനല്ലേ ആ ക്യാരക്ടർ. അങ്ങനെ അങ്ങനത്തെ അവര് അങ്ങനെ കിട്ടിയാലാണ് അടിപൊളിയായി വരിക. രണ്ടുപേരും ഭയങ്കര എക്സ്ട്രോർഡിനറി പെർഫോമൻസ്. ആ കണ്ണ് രണ്ടുപേർക്കും ഉണ്ടല്ലോ, ആ യുണീക്നെസ് ഉണ്ട്. അല്ല, രണ്ടുപേർക്കും കണ്ടുകൊണ്ട് രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളുമാണ്. അപ്പൊ ഒരു സുഹൃത്തിലെ അടുത്ത സുഹൃത്തിന് സിനിമ ആ കഥാപാത്രം കിട്ടുമ്പോൾ രണ്ടുപേരും ഹാപ്പിയാണ് എന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ. അല്ല, അസൂയൊന്നും. രണ്ടുപേരും ഒരേപോലെ ഒരുമിച്ചുള്ള സ്നേഹബന്ധമുള്ളവരാണ് ഇവര്. അതുകൊണ്ട് അവർക്ക് ആസിഫിന് കിട്ടില്ല, അർജുന് കിട്ടുമ്പോൾ അതിൽ അപ്പുറത്തേക്ക് സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നു കേട്ടോ.